ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബിഗിനറായിട്ട് വരുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ്. ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ ഒരു ചെറിയ ടൈമിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത്, ലോങ് ടൈമിന് വേണ്ടി. അതായത് നിങ്ങൾ ഇതിൽ വാച്ചവറും സബും എല്ലാം കംപ്ലീറ്റ് ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഏണിങ്സ് ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ഏണിങ്സ് കിട്ടിയിട്ട് എല്ലാ മാസവും കിട്ടാനും അല്ലെങ്കിൽ വർഷത്തിൽ 2-3 ട്രിപ്പെങ്കിലും കിട്ടാനും അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. വർഷത്തിൽ 2-3 ട്രിപ്പെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ. എങ്ങനെ കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് പറയാൻ കാരണം നിങ്ങൾ കഷ്ടപ്പെടാണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോവില്ല. അപ്പോൾ ഈ കഷ്ടപ്പാട് അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ചാനൽ ഒരു സുപ്രഭാതത്തിൽ ഡിലീറ്റ് ആയി പോവുക, ഒരു ചാനൽ ഗ്രോ ചെയ്യാണ്ടാകുക, ഫ്രീസായി പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ക്രിയേറ്ററിനും വളരെയധികം സങ്കടകരമാണ്. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നു അല്ലേ. ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് വ്യൂസ് കൂടുതൽ വരണം. വ്യൂസ് കിട്ടിയാലാണ് നമുക്ക് സബ്സ്ക്രൈബർ, വാച്ച് ടൈം, എല്ലാ കാര്യങ്ങളും മോണിറ്റൈസേഷൻ കിട്ടാനും, മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷവും വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് ഏണിങ്സും കിട്ടുള്ളൂ. ഈ കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളിൽ ഏറ്റവും അധികം വരുന്ന മിസ്റ്റേക്കാണ് നമ്മൾ വീഡിയോ എടുത്തതും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു പബ്ലിഷ് ചെയ്തതും ലിങ്ക് എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ഒരു 5 സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അയച്ചു എന്ന് കരുതുക. 5 സുഹൃത്തുക്കൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ 5 സുഹൃത്തുക്കളും നിങ്ങളുടെ വീഡിയോ കാണുമോ? ഇവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്, കാണുമോ? നിങ്ങൾ 5 ലിങ്കും അയച്ചു, അപ്പോൾ നിങ്ങൾക്ക് 5 വ്യൂ വരണമല്ലോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ ചിലപ്പോൾ എന്ത് വിചാരിക്കും, അവ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്, നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ വിചാരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ആ സുഹൃത്തുക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. കാരണം അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണ്, നിങ്ങളവിടെ എഡിറ്റിങ്ങിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്, ഫസ്റ്റാണ്. അപ്പോൾ അവർക്ക് ആ വീഡിയോയും കാട്ടി നല്ല നല്ല വീഡിയോ വേറെ കിട്ടാനുണ്ട്. നിങ്ങളുടെ വീഡിയോയും കാട്ടി നല്ല നല്ല വീഡിയോ അവർക്ക് യൂട്യൂബിൽ തിരഞ്ഞ് കിട്ടാനുണ്ട്. എന്നിട്ടും നിങ്ങളുടെ വീഡിയോ ഫ്രണ്ട്സ് എന്ന രീതിയിലോ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിൽ ആ വീഡിയോ കാണുകയാണെങ്കിൽ കൂടി അവിടെ അൽഗോരിതം മനസ്സിലാക്കുന്നത്, ഇവിടെ യൂട്യൂബിൻ്റെ അൽഗോരിതമാണ് എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് മെഷീൻ ലേണിംഗ് സിസ്റ്റം. നിങ്ങളുടെ വീഡിയോ പബ്ലിക് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സാണ് കാണിക്കുക. ഈ എക്സ്റ്റേണൽ സോഴ്സ് വരുമ്പോൾ യൂട്യൂബിൻ്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റം മനസ്സിലാക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സ് നിങ്ങൾ ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആ വീഡിയോ കാണില്ല, ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ എക്സ്റ്റേണൽ സോഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു റീമാർക്ക് വരുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എക്സ്റ്റേണൽ സോഴ്സിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ വ്യൂ ചെയ്യുന്നതും അതിൻ്റെ ഓഡിയൻസ് റിട്ടൻഷൻ വളരെയധികം കുറവുമായിരിക്കും. ഈ എക്സ്റ്റേണൽ സോഴ്സ് വന്നത് ഓക്കെ, നല്ല രീതിയിൽ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെങ്കിൽ കൂടി യൂട്യൂബ് മനസ്സിലാകും, അതിൽ നല്ല രീതിയിൽ ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡേഷനിലൂടെ എത്ര ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നുണ്ട് ഇതെല്ലാം യൂട്യൂബിൻ്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റം നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ തുടക്കമായതുകൊണ്ട് തന്നെ തുടക്കക്കാരെ യൂട്യൂബ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത്, ബിഗിനറായിട്ട് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഈ ഷെയർ ചെയ്യുന്നത്. ഈ ഷെയർ ചെയ്യുമ്പോൾ കാണും എന്നുള്ള ആളുകൾക്കും അല്ല ഈ ഷെയർ ചെയ്യുന്നത്, അവർ ഈ ഓഡിയൻസ് റിട്ടൻഷൻ നമ്മുടെ തരത്തില്ല, അതായത് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ബ്ലാക്ക് മാർക്ക്, അതായത് അത് ഫ്രീസ് ആവുന്ന, അല്ലെങ്കിൽ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥ, ഇതെല്ലാം വരും. അപ്പോൾ ഒരു ചോദ്യം വരും, ഷെയർ ചെയ്യാൻ പാടില്ലേ? എപ്പോൾ ഷെയർ ചെയ്യണം എന്നറിയോ? നിങ്ങളുടെ ചാനലിൽ ഓർഗാനിക് ആയിട്ടുള്ള വ്യൂസ് വരാൻ, ഇപ്പോൾ ബിഗിനറായിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യൂ. 2 ദിവസം വെയിറ്റ് ചെയ്ത ശേഷം എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ. ആ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള ആ ഒരു പുള്ളിങ്, അല്ലെങ്കിൽ ആ ഒരു പുഷ്, ബൂസ്റ്റപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അതിനെന്താ വേണ്ടത്? നല്ല തമ്പനയിൽ വെക്കുക. നിങ്ങളുടെ ചാനൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവിടെ ടെക്സ്റ്റ് ആയിട്ടാണോ കോൾ ആയിട്ടാണോ എന്നൊക്കെ വേണ്ടതെന്നുള്ള പറഞ്ഞ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മെസ്സേജൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യൂ. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണ്? 1 ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും, 2 നിങ്ങൾക്ക് തമ്പനയിൽ വെക്കാം, 3 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ അഥവാ എറർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള ചാനലുകൾ ആ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറൊരു ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഈ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ കിട്ടും. തമ്പനയിൽ വെക്കാം, നല്ല തമ്പനയിൽ വെക്കാം. അതാണ്, ഈ തമ്പനയിൽ വേണം. ഒരുപാട് ബിഗിനറിൻ്റെ ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ തമ്പനയിലേ ഉണ്ടാകില്ല. എന്തെങ്കിലും ഒരു രസം സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ
എല്ലാം കൂട്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പാത്രത്തിൽ സാമ്പാർ വെച്ചിട്ടുള്ള തമ്പനി അതിൽ ഒന്നും എഴുതിയിട്ടില്ല. അതായത് കമ്പനിയിൽ വെക്കാൻ ചിലപ്പോൾ അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായില്ല. ഇത് അവരുടെ അറിവില്ലായ്മയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടി അറിയുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഷെയർ ചെയ്യുന്നതിന്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു തന്നല്ലോ. രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് ചാനൽ നെയിം. ഈ ചാനൽ നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ പേരെടുക്കാണ്ട് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു നെയിം എടുക്കുക. എന്തിനാണെന്നറിയോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ പേര് പറഞ്ഞാൽ കൂടി മനസ്സിൽ തട്ടുന്ന പോലെയുള്ള നല്ലൊരു നെയിം വെക്കുക. ഈ നെയിം വെറുതെ മാറ്റാതിരിക്കുക. ഒരു നെയിം നിങ്ങൾ നല്ല ആലോചനയോട് കൂടിയിട്ട് വെക്കുക. അത് വെറുതെ മാറ്റിക്കളിക്കാതിരിക്കുക. എന്താണ് ഈ മാറ്റിക്കളിക്കുമ്പോൾ ഒരു പ്രശ്നം അറിയോ? നിങ്ങൾ ഈ ചാനൽ നെയിം നിങ്ങൾ ആദ്യം ചാനലിൽ തുടക്കത്തിൽ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ നിരന്തരം വീഡിയോസ് ഇടുകയാണ്. ഈ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ഈ ചാനൽ നെയിം മെഷീൻ ലേണിംഗ് സിസ്റ്റം, യൂട്യൂബിന്റെ മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ അറ്റാച്ച് ആകുന്നുണ്ട്. നിങ്ങളുടെ നെയിമില്ല, ചാനൽ നെയിം നിങ്ങൾ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം, ടാഗായിട്ട് കൊടുക്കണം. ഈ നെയിം കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് സെർച്ച് ചെയ്താലും നിങ്ങളുടെ വീഡിയോ കിട്ടും. ഇപ്പൊ എൻ്റെ തന്നെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് നിങ്ങൾ അടിച്ചാൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് വേഗം കിട്ടും. ഏതൊരു ഡൗട്ടിന്റെ കൂടെയും യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് നിങ്ങൾ അടിച്ചാൽ, ഇപ്പോൾ ക്രോമിൽ എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആക്കുക, ക്രോം യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ക്രോമിലൂടെ എങ്ങനെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കാം എന്നുള്ള എൻ്റെ വീഡിയോ കിട്ടും. അതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നെയിം അവിടെ ഡിറ്റക്റ്റ് ആയി. ഇതേപോലെ നിങ്ങളുടെ ചാനൽ നെയിം ഡിറ്റക്റ്റ് ആവാൻ വേണ്ടി ചാനൽ വെറുതെ മാറ്റിക്കളിക്കരുത്. എനിക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക ഏത് പേരാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ചാനൽ നെയിം മാറ്റിക്കളിക്കാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നെയിമിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറയുമ്പോൾ അവർ സെർച്ച് ചെയ്തതും കിട്ടും. അഥവാ നിങ്ങൾ മാറ്റിയ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ചിങ്ങിന് വരില്ല, നിങ്ങളുടെ ചാനൽ നെയിം വരില്ല, പഴയ ചാനലായിരിക്കും കാണിക്കുക. ഫസ്റ്റായിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യില്ല, ഈ ഒരു നെയിം ചേഞ്ച് ആയ നെയിമിൽ ചാനൽ കാണിക്കത്തില്ല. അതും ഇതേപോലെ കുറേ മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ സെർച്ചിങ്ങിൽ വരുള്ളൂ. പിന്നെ 1,00,000 സബ്സ്ക്രൈബ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം നെയിമിൽ, അതായത് ആർക്കാണോ ആദ്യം കിട്ടിയത് ആ നെയിമിൽ നിങ്ങളുടെ പേര് രണ്ടാമതാണെങ്കിൽ നിങ്ങൾക്ക് ആ നെയിമിൽ പ്ലേ ബട്ടൺ കിട്ടില്ല. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ചാനൽ നെയിം ഒരിക്കൽ യൂട്യൂബിൽ ഉണ്ടോ എന്നുള്ളതും അത് 1,00,000 മേലെ സബ്സ്ക്രൈബ്സ് ഉള്ള ചാനലാണോ എന്നുള്ളതും കൂടി സെർച്ച് ചെയ്ത് നോക്കുക. സെയിം നെയിം നിങ്ങൾ ഏതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നെയിം യൂട്യൂബിൽ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. അത് 1,00,000 മേലെ സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനലാണ് എന്ന് വെച്ചാൽ ആ നെയിം കൊടുക്കാണ്ടിരിക്കുക. കാരണം അവർക്ക് ഓൾറെഡി പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടാവും ആ നെയിമിൽ. അപ്പോൾ ആ സെയിം നെയിമിൽ നിങ്ങൾക്ക് വീണ്ടും പ്ലേ ബട്ടൺ ലഭിക്കുന്നതല്ല. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഓക്കെ, ഇതും കൂടി ശ്രദ്ധിക്കുക. ഈ 2 മിസ്റ്റേക്ക് ചെയ്യരുത്. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്കാണ് ഈ കമൻറ്റ് പോയിട്ട് ചെയ്യുന്നത്. ഞാൻ കൂട്ടായിട്ടുണ്ട് 50 സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു, 100 സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു. എനിക്ക് എന്താ പറയുക, ഒരുപാട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ. ആ ഒരു ചാനൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ആ ചാനലിൽ പോയിട്ട് ഇത്തരത്തിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ആളുകൾ വരുമെന്ന്. അഥവാ നിങ്ങളുടെ കമൻറ്റ് കണ്ട് വന്നു കഴിഞ്ഞാൽ അവരും നിങ്ങളോട് വന്നിട്ട് പറയുന്നതാണ് 50 സബ്സ്ക്രൈബർ താങ്ക് യു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സമ്പ്രദായം സ്പാം ആവുന്നതായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബ്സ് ഒക്കെ സ്പാം ആയി പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിലനിൽക്കില്ല. കാരണം ഇതൊരു ബാർട്ടർ സംവിധാനം പോലെ, കൊടുക്കലും വാങ്ങലുമുള്ള ഒരു സംവിധാനം പോലെയായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം മെനക്കെട്ടിട്ട്, അതായത് ഇത്തരത്തിൽ അവിടെ പോയിട്ട് ഇത്തരത്തിൽ ഒരുപാട് ഇത്തരത്തിൽ കൂട്ടാവുമോ വരുമോ, ലൈക്ക് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ കൊടുക്കുകയാണ് അവരിങ്ങോട്ട് വരാൻ വേണ്ടി. ഇങ്ങനെയുള്ള കമൻ്റ് അല്ലാണ്ട് ആ വീഡിയോയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുക. അത് മറ്റുള്ളവരും കാണുമ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു പോസിറ്റീവ് എനർജി, മറ്റുള്ളവരും കാണുമ്പോൾ മറ്റുള്ള കമൻറ്റ് നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റൊക്കെ ഇങ്ങനെ നോക്കും. വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, കമൻറ്റൊക്കെ നോക്കും. അതെന്തിനാണ്, എല്ലാവരും എന്താണ് ആ അഭിപ്രായം പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ അഭിപ്രായം പറയാൻ തീർച്ചയായും ഇപ്പം ഞാൻ മൈക്കിൻ്റെ വീഡിയോ ഇട്ടില്ലോ, അതിൽ എല്ലാവരും മൈക്ക് വാങ്ങിയവരൊക്കെ, ട്രൈപോഡ് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്, നന്നായിട്ടുണ്ട് എന്ന്. കാരണം നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ആ നല്ല കമൻറ്റ് കാണുമ്പോൾ അത് കാണുന്ന ആളുകൾ, നമ്മുടെ വ്യൂവേഴ്സ് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങിയാൽ കുഴപ്പമില്ല, ഇത്തരത്തിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തോന്നൽ വരും. അതാണ് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അത് നല്ല നല്ല കമൻറ്റ് വരുമ്പോൾ ആ വീഡിയോയ്ക്ക് നല്ലതാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലതാണ്. അതായത് യൂട്യൂബ് കാണുന്ന കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ലത്, അവർ നല്ല കമൻറ്റ് ഇടുകയുള്ളൂ. അതുകൊണ്ട് നല്ല കമൻറ്റ് ഇടാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശീലിക്കുക, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുകയോ ലൈക്ക് ചെയ്തു 50 സബ്ബായി 100 സബ്ബായി സബ് ഇതൊന്നും പറയാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ വരും ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ മൈൻഡിൽ ഉറച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ല നല്ല കണ്ടന്റ് ഇട്ട് മുന്നോട്ട് വരിക. തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇങ്ങനെ മിസ്റ്റേക്കുകൾ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.